മനസ്സുകൊണ്ടെങ്കിലും പാദരക്ഷകൾ അഴിച്ചു മാറ്റിയൊരു സഞ്ചാരം ഇനിയും സാധ്യമാണ്. ഈ ദിവസങ്ങളിൽ നമ്മളതിനെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പറഞ്ഞ് അവസാനിപ്പിച്ചത് വോക്ക് സ്ലോലി എന്നൊരു മന്ത്രമായിരുന്നു. മെല്ലെ നടക്കുക. ജീവിതം ഇത്രയും തിടുക്കമോ തിരക്കോ അർഹിക്കുന്നില്ല. 2005 ഒരു നല്ല ഗാനമുണ്ട്. എം ജയേന്ദ്രൻ സംഗീതം ചെയ്ത് അദ്ദേഹം തന്നെ പാടിയൊരു പാട്ട്, മെല്ലെ മെല്ലെ നിളയിലൂടൊരു സഞ്ചാരം എന്നൊക്കെയാണ് അതിൻ്റെ ആരംഭം. ഈ പുലരിയിൽ നോട്ടമെന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ആ ഗാനം വെറുതെ ഒന്ന് കേട്ട് നോക്കാവുന്ന വല്ലാത്തൊരു ക്ഷണമാണ്. ഈ പതുക്കെ ആകാനുള്ള ക്ഷണം. ബുദ്ധ ബോധവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന എന്തോ ഒരു മന്ത്രം ഉരുവിടുന്നുണ്ട്. പാലി ഭാഷയാണ് അദ്ദേഹത്തിൻ്റെത്. ആ ഭാഷ ഇപ്പോൾ മനുഷ്യർ സംസാരിക്കുന്നൊരു ഭാഷയല്ല, വേണമെങ്കിൽ മൃതഭാഷ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ബുദ്ധ ഉരുവിട്ട പല പദങ്ങളെക്കുറിച്ചും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാലും പൊതുവെ പറയുന്നത് വൃക്ഷത്തണലിരുന്നു കൊണ്ട് ബുദ്ധ ഉരുവിട്ട മന്ത്രം ഇതായിരുന്നു: മെല്ലെ മെല്ലെ മെല്ലെ, സ്ലോ സ്ലോ സ്ലോ. എന്തും പതുക്കെയാകുമ്പോൾ അതിങ്ങനെ മെഡിറ്റേഷനായിട്ട് മാറുന്നു. നമുക്കറിയാം, ബുദ്ധയുടെ പാഠങ്ങളുടെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് ഈ അവബോധത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. മെല്ലെ ആയിരിക്കുക എന്നുള്ളത് ഈ ബോധത്തിലായിരിക്കുക എന്നുള്ളത് തന്നെയാണ് അർത്ഥം. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ പോലും ഈ മെല്ലെ ആവുക എന്ന് പറഞ്ഞൊരു വ്യത്യാസമുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് വെച്ചാൽ കുട്ടികളായിരുന്ന കാലത്ത് വനത്തിനുള്ളിലേക്കൊരു യാത്ര നടത്തിയിട്ടുണ്ട്, യൂറിക്ക ക്ലബിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട്. അന്ന് ഞങ്ങളുടെ അധ്യാപകൻ ഇങ്ങനെ നെല്ലിക്ക പൊട്ടിച്ച്, കാട്ടുനെല്ലിക്കകൾ ഒത്തിരി ഉണ്ട്, നെല്ലിക്ക പൊട്ടിച്ച് കഴിക്കാനായിട്ടാണ് പറഞ്ഞത്. ഒരു 4-5 നെല്ലിക്ക മതി. അദ്ദേഹം പറഞ്ഞു, ഈ 4-5 നെല്ലിക്ക കൊണ്ട് നിങ്ങളുടെ വിശപ്പ് മാറ്റുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു നെല്ലിക്ക ഇങ്ങനെ പരമാവധി നേരമെടുത്ത് ഭക്ഷിക്കുക. അത്രയൊന്നും സമയമെടുത്ത് ഭക്ഷിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ല. പക്ഷെ അതിനകത്തൊരു പാഠം കിടപ്പുണ്ട്. എന്തും പതുക്കെയാകുമ്പോൾ അതിനകത്തൊരു ചാരുത ഉണ്ടാകുന്നുണ്ട്, അതിനകത്തൊരു ഏകാഗ്രത ഉണ്ടാകുന്നുണ്ട്. മറ്റൊരു വാക്കിൽ നിങ്ങളുടെ ബോധം അതിലേക്ക് കൺവേർജ് ചെയ്യപ്പെടുക. ദാമ്പത്യ സ്നേഹത്തിലൊക്കെ ഇതൊരു അടിസ്ഥാന നിയമമാണെന്ന് ഗൃഹസ്ഥർക്കറിയാം അല്ലേ? എന്തിനകത്തും അതൊരു പുതിയ മന്ത്രമാണ്. ലോകം ഇങ്ങനെ വേഗത്തിലേക്ക് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് പായുമ്പോൾ ഈ സ്ലോ കഫേകളൊക്കെ രൂപപ്പെടാൻ നിങ്ങൾ കാണുന്നില്ലേ? അവിടെ നിങ്ങൾക്ക് വെറുതെ ഇരിക്കാനും വായിക്കാനും പരസ്പരം നോക്കിയിരിക്കാനും നേരം തരുന്ന വിധത്തിൽ തിടുക്കമില്ലാത്തൊരു പരിസരം സൃഷ്ടിക്കാനായിട്ട് അതിന് നടത്തിപ്പുകാർ ശ്രദ്ധിക്കുന്നുണ്ട്. കുറേ കൂടി പതുക്കെ ഉള്ള ഒരു സഞ്ചാരമായിരിക്കും വരുംകാലത്തെ ഒരു സ്പിരിച്വാലിറ്റി എന്നൊക്കെ ഞാൻ വിചാരിക്കുക. മറ്റതുകൂടിയുണ്ട്, വോക്ക് ജെൻലി. ഇത്രയും സമ്മർദ്ദം അനുഭവിക്കാനോ കൈമാറാനായിട്ട് അതിൻ്റെ ആവശ്യമില്ല. ഇതുമാത്രം സമ്മർദ്ദങ്ങൾ പെട്ടുപോകുന്നു ജീവിതം. യേശുവിനെക്കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട്, അവൻ്റെ ശബ്ദം ഉയർന്നു കേട്ടിട്ടില്ല, അവൻ തെരുവീതിയിൽ നിന്ന് നിലവിളിച്ചിട്ടില്ല. വിച്ച് മീൻസ് ഹി ഡോട്ട് ഷൗട്ട് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത്. ഉറക്കെ സംസാരിച്ചില്ലെന്ന് എൻ്റെ അർത്ഥം. മനുഷ്യൻ എന്തിനാണ് ഇത്രയും ഉറക്കെ സംസാരിക്കുന്നത്? എപ്പോഴാണ് മനുഷ്യരുടെ ശബ്ദം ഉയരുന്നത്? അടുത്തിരിക്കുന്ന 2 പേർക്കിടയിൽ നിന്ന് ശബ്ദം ഉയരുമ്പോൾ എന്താണ് ആ ശരീരഭാഷയുടെ അർത്ഥം? ഇനി കേൾക്കണമെങ്കിൽ ഉറക്കെ പറയേണ്ട വിധത്തിൽ അവരകന്നു പോയെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എല്ലാ ഉറക്കമുള്ള ഭാഷണങ്ങളും വാസ്തവത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ അകന്നു പോയെന്നുള്ളതാണ്. അവൻ്റെ ശബ്ദം ഉയർന്നു കേട്ടിട്ടില്ല. ഒന്നിനും ഒരു ആഘാതമോ പരുക്കോ ഉലച്ചിലോ കൊടുക്കാതെ അവിടെ നിന്ന് കടന്നുപോയി. ഒരു ബുദ്ധഗുരുവിനെക്കുറിച്ച് അവൻ്റെ കാലം ഓർമ്മിച്ചെടുക്കുന്ന ഇങ്ങനെയാണ്: നടന്നു പോകുമ്പോൾ പുല്ലറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരാൾ തങ്ങൾക്ക് മീതെ നടന്നു പോകുന്നെന്ന്. കുളിച്ച് കയറുമ്പോൾ പുഴ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരാൾ കുളിച്ച് കയറിയെന്ന്. എന്നിട്ടും ആകാശത്തിലൂടെ പറന്നു പോകുന്ന കിളികൾ തടാകത്തെ സ്പർശിക്കാതെ തടാകത്തിൻ്റെ അഴകിനെ വർദ്ധിപ്പിക്കുന്നത് പോലെ അത്രയും ഭംഗിയായിട്ട് ജീവിച്ച് കടന്നുപോയി. മീതെ കിളികൾ പറന്നു പോകുന്നുണ്ട്, താഴെ തടാകം ഉണ്ട്. ഈ കിളികൾ ഒരല പോലും ഈ തടാകത്തിലുണ്ടാക്കുന്നില്ല. എന്നിട്ടും എത്ര പെട്ടെന്നാണ് ഈ തടാകം ചിത്രകാരൻ്റെ ക്യാൻവാസ് പോലെ മനോഹരമാകുന്നത്. മെല്ലെയാണീ യാത്ര.
നിളയിലൂടൊരു യാത്ര, കനവിലൂടൊരു യാത്ര.